നമസ്കാരം. ബിലാത്തി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രിട്ടനിൽ ഇനി താൽക്കാലിക അഭയം മാത്രം. പൗരത്വത്തിന് 20 വർഷം കാത്തിരിക്കണം. കുടിയേറ്റ നിയമങ്ങളിൽ തിങ്കളാഴ്ച മുതൽ വൻ അഴിച്ചുപണി. ബ്രിട്ടൻ ഇനി അഭയാർത്ഥികളുടെ പറുദീസയല്ല. ഈ സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ട് രാജ്യത്തെ അഭയാർത്ഥി നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച മുതൽ ബ്രിട്ടനിൽ അഭയം തേടിയെത്തുന്നവർക്ക് സ്ഥിരമായ താമസ സൗകര്യത്തിന് പകരം താൽക്കാലിക സംരക്ഷണം മാത്രമേ ലഭിക്കൂ എന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി. പുതിയ നിയമപ്രകാരം അഭയാർത്ഥി പദവി ലഭിക്കുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും ഓരോ 30 മാസത്തിലും തങ്ങളുടെ പദവി പുതുക്കേണ്ടി വരും. പരിശോധനാ സമയത്ത് ഒരാളുടെ സ്വന്തം രാജ്യം സുരക്ഷിതമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർ നിർബന്ധമായും അവിടേക്ക് മടങ്ങണം. യുദ്ധമോ പീഡനമോ ഭയന്ന് മടങ്ങാൻ കഴിയാത്തവർക്ക് മാത്രം സംരക്ഷണം പുതുക്കി നൽകും. മുൻപ് 5 വർഷത്തെ സംരക്ഷണവും അതിനുശേഷം സൗജന്യമായി സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള അവസരവുമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത്. ബ്രിട്ടീഷ് പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികൾക്ക് പുതിയ കോർ പ്രൊട്ടക്ഷൻ മോഡൽ വലിയ വെല്ലുവിളിയാണ്. പുതിയ പരിഷ്കാരം അനുസരിച്ച് സ്ഥിരതാമസത്തിന് അർഹത നേടാൻ 20 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ തയ്യാറുള്ളവർക്ക് വർക്ക് സ്റ്റഡി വിസകളിലേക്ക് മാറി വേഗത്തിൽ സ്ഥിരതാമസം നേടാനുള്ള അവസരം ഒരുക്കുമെന്നും സർക്കാർ അറിയിച്ചു. അഭയാർത്ഥി അപേക്ഷകളിൽ 90% കുറവ് രേഖപ്പെടുത്തിയ ഡെൻമാർക്കിന്റെ മാതൃകയാണ് ബ്രിട്ടൻ പിന്തുടരുന്നത്. യഥാർത്ഥ അഭയാർത്ഥികൾക്ക് ബ്രിട്ടൻ എന്നും തണലായിരിക്കും. എന്നാൽ നിയമവിരുദ്ധമായി എത്തുന്നവരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം എന്ന് ഷബാന മഹ്മൂദ് പറഞ്ഞു. മനുഷ്യക്കടത്ത് സംഘങ്ങളെ തടയാനും അതിർത്തികളിൽ നിയന്ത്രണം കൊണ്ടുവരാനും ഈ നടപടി അനിവാര്യമാണെന്ന് സർക്കാർ വാദിക്കുന്നു. മറ്റു പ്രധാന മാറ്റങ്ങൾ: പുതിയ നിയമങ്ങൾ വരുന്നതുവരെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള അനുമതി താൽക്കാലികമായി നിർത്തിവെച്ചു. രക്ഷിതാക്കളില്ലാതെ എത്തുന്ന കുട്ടികൾക്ക് നിലവിലുള്ള 5 വർഷത്തെ സംരക്ഷണം തുടരും. പ്രായം കുറച്ചു കാണിച്ച് അഭയം തേടുന്നവരെ കണ്ടെത്താൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള കർശനമായ പരിശോധനകൾ ഏർപ്പെടുത്തും. കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് വഴി നിയമപരമായ മാർഗങ്ങളിലൂടെ എത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കും. നിയമവിരുദ്ധമായി ബോട്ടുകൾ വഴിയും മറ്റും എത്തുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ കുടിയേറ്റം ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പാർലമെന്റിൽ വോട്ടിനിടാതെ നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് സർക്കാർ ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഇതിനെതിരെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കുള്ളിലെ ഇടതുപക്ഷ വിഭാഗത്തിൽ നിന്ന് കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. ഏതാണ്ട് 80ഓളം MP-മാർ സർക്കാരിനെതിരെ നിലപാടെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ചെറുബോട്ടുകൾ വഴി നിയമവിരുദ്ധമായി ബ്രിട്ടനിൽ എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ ഈ പരിഷ്കാരം ആവശ്യമാണെന്ന് ആഭ്യന്തര സെക്രട്ടറി വാദിക്കുന്നു. അമേരിക്കയിൽ കാണുന്നത് പോലുള്ള കടുത്ത കുടിയേറ്റ വിരുദ്ധ നടപടികളിലേക്ക് രാജ്യം പോകാതിരിക്കാൻ കുടിയേറ്റം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.